ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്ട്രോബെറി ഫ്യൂഷൻസ്. ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഫിഷ് മോളിയാണ്. നമ്മൾ ചപ്പാത്തി, പൊറോട്ട അല്ലെങ്കിൽ വെള്ളപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി ഫിഷ് മോളിയാണിത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമുക്ക് കുറച്ച് മീൻ വേണം. ഇത് പാരയാണ് എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാം മീനുണ്ട്. ഇത് അയക്കൂറ, ആവോലി അല്ലെങ്കിൽ നെയ്മീൻ, സൂത, ട്യൂണ എന്നൊക്കെ പറയില്ല, അതൊക്കെ നമുക്ക് എടുക്കാം ഇതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരുപാട് എന്തായാലും കൂടരുത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വെച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് വെക്കാം. നമുക്ക് ഉള്ളിയൊക്കെ അരിയുന്ന സമയത്തേക്ക് ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിരുന്നത്, പിന്നെ ഒരു 5 പച്ചമുളക്, അത് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു ഉള്ളി, അത് നമുക്ക് അരിഞ്ഞു വെക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയുടെ 1/4 പാലാണ്. ഇത് 1 കപ്പ് തേങ്ങയിൽ നമ്മൾ ചിരകിയ തേങ്ങ ഉണ്ടല്ലോ, അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിരിക്കുന്ന പാലാണ്. അതേപോലെ തന്നെ 1 കപ്പ് 2/2 പാലും കൂടെ വേണം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്രത്തോളം ചേർക്കാൻ പറ്റുമോ അത്രയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ, നല്ലൊരു ഫ്ലേവറല്ലേ, നമ്മുടെ ഫിഷ് കറിയിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വലിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. വലിയുള്ളിയൊക്കെ ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, ആ കടിയൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി, അല്ലാതെ ഇങ്ങനെ വാടി നല്ലപോലെ പേസ്റ്റ് ആയിരേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. നമ്മളിതിനകത്ത് മുളക് പൊടി അങ്ങനത്തെ വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ കാര്യമായിട്ട്. അപ്പോൾ അത്യാവശ്യം എരിവ് വേണം ഈ കറിക്ക്, എന്നാൽ മാത്രമേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് ഫിഷിനൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് സമയം തിളക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് തിളച്ചാൽ മാത്രം മതി. പിന്നെ ഫിഷൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കയ്യിലുണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് സമയം ഇളക്കി കൊടുക്കരുത്, നമ്മളെ ഫിഷൊക്കെ ചിലപ്പോൾ ഉടഞ്ഞു പോകും. ഫിഷ് കറിയൊക്കെ വെക്കുമ്പോൾ ഇപ്പോൾ ഒരു പരന്ന പാത്രം, അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ എടുക്കാൻ. ആ ടൈപ്പ് പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത്, പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. പുളിയില്ലാത്ത ഫിഷ് കറി വയ്ക്കാൻ ചില ആൾക്കാർക്ക് മടിയാണ്. അങ്ങനെ പുളി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനാഗിരിയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു, ബൈ.